തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ആദിത്യ നിലയിലെ മറ്റ് ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, ആദിത്യൻ സഞ്ചരിച്ചണഞ്ഞിടും സ്ഥാനം കണ്ട് വേദിക്കാൻ കഴിയുമെന്നോർ തന്നെയും ഉണർന്നവരാകും. ഭേദിച്ചു നിന്നീ ലോകം തൂറ്റും പുലമ്പലെല്ലാം ആദിത്യനോടടങ്ങി ശിവനെ കാണാതിരിക്കും. സാധാരണ മനുഷ്യർ ശിവനെ കാണാതെ ജീവിക്കുന്നവരാണ്. ലൗകിക സുഖഭോഗങ്ങളിൽപ്പെട്ട് ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങളിൽ ആണ്ട് കഴിയുന്ന സാധാരണക്കാർക്ക് ഒരിക്കലും ശിവനെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആദിത്യൻ സഞ്ചരിച്ചണഞ്ഞിടുന്ന സ്ഥാനം കാണാൻ കഴിയണം. ഒരു സാധകൻ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ മനുഷ്യജീവിതമെടുത്ത ഒരാൾ തീർച്ചയായിട്ടും ആദിത്യൻ്റെ സൂര്യൻ്റെ സഞ്ചാരപഥം ഏതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് അവിടെ എത്തിച്ചേരണം. ബ്രഹ്മജ്ഞാനികൾ എപ്രകാരമാണോ സൂര്യൻ്റെ സഞ്ചാരപഥങ്ങൾ അണഞ്ഞ് അതിൽ ഉണർന്ന് ഇരിക്കുന്നത്, അതേപോലെ സാധകൻ സൂര്യപഥം ഏതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ബ്രഹ്മജ്ഞാനികളുടെ യാത്രാവീഥിയിലൂടെ തന്നെ ഒരു സാധകൻ സഞ്ചരിക്കണമെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അത് ഏത് മാർഗമാണ്? സൂര്യമാർഗമാണ്. സൂര്യമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുഷുമ്നാ മാർഗമാണ്. സുഷുമ്നാ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ശക്തി സഹസ്രാരത്തിൽ ശിവനുമായി ഒന്നിക്കുന്ന ആ യോഗാത്മകമായ അനുഭൂതി വിശേഷങ്ങളെയാണ് തിരുമൂലദേവൻ ഇവിടെ ആദിത്യ പഥമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെയല്ലാത്തവർക്ക് ഈ ലോകത്തിലെ ദുഃഖദുരിതങ്ങളിൽപ്പെട്ട് ഉഴലേണ്ടി വരും. യഥാർത്ഥ സാധകൻ എപ്പോഴും ആദിത്യൻ്റെ സഞ്ചാരപഥമായ സുഷുമ്നാ മാർഗത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക. എന്താ നോക്കൂ, പിന്നെ അത് വിവരിക്കുന്നുണ്ട്. മൂലാഗ്നി മൂലം നടുനാടിൽ കൂടി ശ്വാസം മേലോട്ടുയർത്തിയിട്ട് ഉച്ചിപ്രകാശം കണ്ടിടുന്നോർ പലത്ത് അണ്ടങ്ങൾ ചൂഴ്ന്ന് കണ്ടിടുമെന്നോർക്കുള്ളം മല മറ്റതാണ് തൂകിത്തീരുന്ന നിലയുണ്ടാകും. അപ്പോൾ എല്ലാ മലങ്ങളും മറ്റുപോകുന്നില്ല, സാധകനുണ്ടാകും. എങ്ങനെ? മൂലാഗ്നി മൂലം നടുനാടിൽ കൂടി ശ്വാസം മേലോട്ട് എടുത്തിട്ട് ഉച്ചിപ്രകാശം കാണണം. അപ്പോൾ ആ പ്രാണായാമ രീതിയെ പറ്റി തിരുമൂലദേവൻ ഇവിടെ വിശദീകരിക്കണം. എന്താണ്? മൂലാഗ്നി മൂലം നടുനാടിൽ കൂടി ശ്വാസം മേലോട്ടേക്ക് ഉയർത്തുക. അപ്പോൾ നടുനാടിയിലൂടെ ഇട, പിംഗല എന്നീ നാഡികളുടെ മധ്യത്തിലുള്ള സുഷുമ്നാ നാഡിയിലൂടെ ശ്വാസത്തെ മേലോട്ടെടുത്ത് ഉച്ചിപ്രകാശത്തിൽ ലയിപ്പിക്കണം. ഉച്ചി സഹസ്രാരം, ആ സഹസ്രാരത്തിലെ ശിവനുമായി മേളിക്കണം. അപ്പോൾ കുണ്ടലിനി ശക്തി മൂലാഗ്നിയിൽ നിന്ന് ഉയർന്ന് അത് സഹസ്രാരത്തിൽ ശ്വാസഗതിയിലൂടെ മേലോട്ടെടുത്ത് ഉച്ചിപ്രകാശവുമായി യോജിക്കണം എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ സുഷുമ്നയിലൂടെയുള്ള പ്രാണഗതിയെ, ശ്വാസഗതിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇടാപിംഗലയുടെ മധ്യത്തിലുള്ള സുഷുമ്നയിലൂടെ ശ്വാസഗതിയെ മേലോട്ടേക്ക് ഉയർത്തി അത് ഉച്ചിയിലുള്ള പ്രകാശ ഭാഗവുമായി ഒന്നിച്ചു ചേരണം. അങ്ങനെ പലതണ്ടങ്ങൾ ചൂഴ്ന്ന് കണ്ടിടും എന്നോർക്ക് ഉള്ളം മലമറ്റ് താണുരുകിത്തീരുന്ന നിലയുണ്ടാകും. അങ്ങനെ അണ്ടങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന സൂര്യചന്ദ്ര കലകളെല്ലാം തന്നെ വികസിച്ച് നിൽക്കുന്ന സഹസ്രാരത്തിൽ എന്തു പറ്റുന്നു? അവിടെ ചൂഴ്ന്നു നിൽക്കുന്ന ആ
സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ മലമറ്റ് ഉരുകിത്തീരുന്ന നിലയുണ്ടാകും. മലമറ്റ് പൂർണ്ണമായും മലത്തെയും മായാമലത്തെയും ആണവമലത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് സാക്ഷാൽ ശിവനുമായി ഒന്നിക്കാൻ ഈ ശക്തിക്ക് കഴിയുന്നു. അപ്പോൾ സഹസ്രാരത്തിലെ ശിവശക്തി മേളനത്തിൻ്റെ ദിവ്യാനുഭൂതിയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഇതാ നോക്കൂ, അതെങ്ങനെയാന്ന് നോക്കൂ. നടുനാടിയിൽ കൂടി ശ്വാസം മേലോട്ടെടുത്തിട്ട് ഉച്ചിപ്രകാശത്തിൽ ലയിപ്പിക്കുക. അപ്പോൾ നടുനാടിയിലൂടെ സുഷുമ്ന മാർഗത്തിലൂടെ ശ്വാസത്തെ മേലോട്ടെടുത്ത് ഉച്ചിപ്രകാശത്തിൽ ശിരസിൽ സഹസ്രാരത്തിലെ ശിവനുമായിട്ട് ഒന്നിക്കുന്ന അവസ്ഥ നോക്കൂ. ചുടുകതിർ വീശിയിടുന്ന സൂര്യനും കുളിമണക്കും പനിമതിയും എതിരെ നിന്ന് നേരിട്ട് നോക്കും കാലം പ്രാണനും എനിക്ക് വെട്ടവെളിയായി നിറഞ്ഞു നിൽക്കും. കാണുവാനിത് തന്നെ പൗർണമി എന്ന് ചൊല്ലാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പൗർണമിയുടെ ആ മഹനീയമായ അനുഭൂതി വിശേഷം സാധകന് നുകരാൻ കഴിയും. പൂർണ്ണ ചന്ദ്രപ്രകാശം, പൂർണ്ണ സൂര്യപ്രകാശം അവിടെ സാധകൻ അനുഭവപ്പെടും. നോക്കൂ, ചുടുകതിർ വീശിടുന്ന സൂര്യൻ, സഹസ്രാരത്തിലെ സൂര്യമണ്ഡലവും അതേപോലെ കുളിരണക്കും പനിമതിയും, കുളിരുണ്ടാക്കുന്ന അതായത് നല്ല കുളിർമയുണ്ടാക്കുന്ന പനിമതി ചന്ദ്രൻ, ചന്ദ്രരശ്മികളും ചന്ദ്രനും ഒന്നിച്ച് നേരിട്ട് നോക്കുന്ന ആ സ്ഥലത്തിൽ എത്തിച്ചേരാൻ പറ്റും. പ്രാണനും എനിക്ക് വെട്ടവെളിയായിത്തീരുന്നു. അവിടെ ചെല്ലുമ്പോൾ പ്രാണൻ വെട്ടവെളിയായി മാറുന്നു. അപ്പോൾ തിരുമൂലദേവൻ സഹസ്രാരത്തിലെ അനുഭവങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ സൂര്യമണ്ഡലവുമുണ്ട്, ചന്ദ്രമണ്ഡലമുണ്ട്. ചുടുകതിർ വീശുന്ന സൂര്യമണ്ഡലം, അതേപോലെ കുളിര് തൂകുന്ന പനിമതി ചന്ദ്രൻ. അങ്ങനെ സൂര്യചന്ദ്രന്മാർ പരസ്പരം നേരിട്ട് നോക്കുന്ന ആ സഹസ്രാരത്തിൽ പ്രാണനും എത്തിച്ചേരുമ്പോൾ ആ പ്രാണൻ വെട്ടവെളിയായി മാറുന്നു, നിറഞ്ഞ പ്രകാശമായി മാറുന്നു. അവിടെ പൗർണമി അമൃത ബിന്ദുക്കളെ ഭക്ഷിക്കാൻ സാധകന് കഴിയുന്നു. അപ്പോൾ പൗർണമിയിൽ കുളിച്ചു നിൽക്കാൻ, പൗർണമിയിൽ ആമഗ്നനാകാൻ ഒരു സാധകന് കഴിയുന്നു. പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. അതായത് മൂലാധാരത്തിലുള്ള ജ്വാലാമുഖിയായ കുണ്ടലിനി ശക്തി ഉണർന്ന് മേൽപോട്ടേക്ക് പോയി അത് സഹസ്രാരത്തിൽ ചുടുകതിർ വീശിടുന്ന സൂര്യനും കുളിരണയ്ക്കുന്ന പനിമതിയും നേരിട്ട് നോക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രാണൻ എത്തിച്ചേരുമ്പോൾ വെട്ടവെളിയായി ശോഭിക്കുന്നു. അപ്പോൾ കുണ്ടലിനി ശക്തി ശിവനുമായി മേളിക്കുന്ന ശക്തി ശിവ മേളനം സഹസ്രാരത്തിൽ നടക്കുന്നു. ഇത് തന്നെയാണ് രുദ്രയാമളത്തിൽ പറയുന്ന ആ ജ്വാലാമുഖി ധ്യാനത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ദേവി പറയുന്നതാണ്, ജ്വാലാമുഖി എന്ന മഹാപീഠം എത്രയും എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞതിന് ശേഷം പറയണം, അല്ലയോ സാധക, നീ അവിടെ ധ്യാനിക്കൂ. അങ്ങനെ ധ്യാനിച്ചാൽ യോഗിയായിത്തീരും. രണ്ട് ഭാവങ്ങളെയും, അതായത് സൂര്യചന്ദ്ര ഭാവങ്ങളെ ഒന്നിപ്പിക്കുന്ന സഹസ്രാരത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ജ്വാലാമുഖിയായ ആ കീഴ്ചക്രത്തിൽ നിന്ന് ഈ ശക്തി സ്വരൂപിണിയെ മേലാധാരത്തിലൂടെ സഹസ്രാരത്തിൽ എത്തിച്ചേരുന്ന യോഗവിദ്യയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഇതെല്ലാം ഗുരുനിർദ്ദേശത്താൽ മാത്രം ചെയ്യേണ്ടതാണ്. അതും എങ്ങനെയുള്ള ഗുരു? സാക്ഷാൽ ഗുരുവായ എല്ലാവിധ കഴിവുകളുടെയും എല്ലാവിധ സിദ്ധികളുടെയും ആകത്തുകയെ ഗുരുവിൽ നിന്ന്, സാക്ഷാൽ ഭഗവാൻ പരമശിവൻ്റെ പ്രതിനിധിയിൽ നിന്ന് തന്നെ
ഇതെല്ലാം അഭ്യസിക്കുക എന്നാണ് തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.